ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ കൃഷ്ണൻ, ഇവിടെ ഇരിക്കുന്ന പാർട്ടി, കൃഷ്ണൻ പറഞ്ഞതാ. അപ്പൊ സ്വർഗത്തിനെ കുറിച്ച് പോലും ഒരു റാഷണൽ തിങ്കിങ് ഖുറാനിലെ സ്വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ ഖുറാനിലെ സ്വർഗം? ധാരാളം നീരരുവികളുള്ള, പച്ചപ്പ് ധാരാളമുള്ള, കുരുവികൾ ധാരാളം കൂവുന്ന അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് സ്വർഗം. എന്താ കാരണം? സൗദി അറേബ്യയിൽ ഇതൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത് സ്വർഗമായത്. അപ്പൊ എവിടെ എന്തില്ലയോ അതൊക്കെ കൂടി ചേർത്തിട്ടാ സ്വർഗം എന്ന് പറയുന്നത്. ഭാരതത്തിൽ ഇതൊക്കെ ഉണ്ട്, സർവ്വതും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഭാരതത്തിലെ സ്വർഗം എന്ന സങ്കല്പം ജീവിത പന്താവിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖം വരുമ്പോ തളരാതിരിക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കാം. നാളെ മുതൽക്ക് ദുഃഖം വരും, ദുഃഖം പോകും. ശ്രീ രവിശങ്കറിന്റെ അടുത്ത് ഒരു വലിയ മാനേജർ, ടാറ്റ കമ്പനിയിലെ മാനേജർ വന്ന് പറഞ്ഞു, ഗുരുജി ടെൻഷൻ, ഫുൾ ഓഫ് ടെൻഷൻ തലയ്ക്ക്. ഗുരുജി എന്താ പറഞ്ഞത്? ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഹാവ് യു ഗോട്ട് മൊബൈൽ ഫോൺ? യെസ്, ഐ ഹാവ് ഗോട്ട് മൊബൈൽ, ഗീവ് ടു മീ ദാറ്റ്. അപ്പോ ടാറ്റയിലെ MD വിചാരിച്ചു ഒരു മൊബൈൽ ഫോൺ പോക്ക, ഗുരുജി അതെടുത്തോണ്ട് പോയി എന്ന് വിചാരിച്ചു. ഏതായാലും ഗുരുജി അത് മേടിച്ച് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തു. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, സിറ്റ് ഡൗൺ ദർ എന്നും പറഞ്ഞ് ഗുരുജി ഒരു പോക്കും പോയി. 5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാനോ മറ്റോ ആണെങ്കിൽ 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്തേനെ. ഏതായാലും അങ്ങേരെ അവിടെ ഇരുന്ന് 5 മണിക്കൂർ കഴിഞ്ഞ് ഗുരുജി വന്നപ്പോൾ ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ്? അർത്ഥം മനസ്സിലായില്ലോ ഇല്ല, എന്താ സംഭവിച്ചത്? അപ്പൊ ഇയാൾ, വാട്ട് ടു ഹാപ്പൻ? 5 hours ഐ ആം സിറ്റിംഗ് ഹിയർ, 5 മണിക്കൂർ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. വാട്ട് ഹാപ്പൻഡ് ഇൻ യുവർ ഫാക്ടറി? ഐ ഡോണ്ട് നോ. നിങ്ങളുടെ ഫാക്ടറിയിൽ എന്ത് സംഭവിച്ചു എനിക്കറിഞ്ഞൂടാ. ഗിവ് ദാറ്റ് മൊബൈൽ ഫോൺ ടു ഹിം. മൊബൈൽ ഫോൺ, യു കോൾ യുവർ സെക്രട്ടറി, വാട്ട് ഹാപ്പൻ? അപ്പൊ അയാൾ സെക്രട്ടറിയെ വിളിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു, എവറിഥിങ് ഈസ് ഗോയിങ് ഓൺ സ്മൂത്ത്ലി ഹിയർ. അപ്പൊ ഗുരുജിയോട് പറഞ്ഞു, there is no problem. So you were the problem there. നിങ്ങളവിടെ പ്രോബ്ലം ആയിരുന്നത്. അവിടെ ശരിക്കും പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളാ പ്രോബ്ലം സൃഷ്ടിച്ചത്. അവിടെ കാര്യങ്ങളൊക്കെ പോകും, തന്റെ തോന്നല തന്റെ തലയിൽ കൂടിയാ എല്ലാം പോകുന്നത്. യു ഡോണ്ട് വറി അബൌട്ട് ആൾ ദിസ്. ഇതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കുന്നു ഞാനില്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തൊരു വിഷമാവുമെന്ന് ഭാര്യ ഭർത്താവിനോട് സ്വകാര്യമായിട്ട് ചോദിക്കുക. അവളൊന്ന് പോയി കിട്ടിയിട്ട് വേണം മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറയും. എന്തൊരു പ്രാരബ്ധം എന്നറിയാമോ? ദിവസം ഒന്ന് തന്നെയാണ് തിന്നുന്നത്. എത്ര പ്രാവശ്യമായി ഞാൻ അവളോടൊന്ന് വീട്ടിലേക്ക് പോകാൻ പറയും, എന്നിട്ട് വേണം എനിക്ക് ഹോട്ടലിൽ പോകാനേ. അവൾ ഒരു തരത്തിലും പോവില്ല, എനിക്ക് വിഷമാവെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തിരിച്ചും. ഇതൊക്കെ വെറും തോന്നലാണ്. തിരിച്ചു വീണ്ടും കൃഷ്ണന്റെ വരിയിലേക്ക്, ദുഃഖേഷു അനുദ്വിഗ്നമന. ദുഃഖം എന്ന് പറയുന്നത് ഒന്നുമില്ല. അച്ഛൻ മരിച്ച വീട്ടിലേക്ക് ചെല്ലുക, ആ അച്ഛന്റെ മകൻ അവിടെ ഇരുന്നുകൊണ്ട് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടാവും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തൊണ്ടയിലെ വെള്ളം വറ്റുമ്പോൾ പതുക്കെ ഇടത്തോട്ട് തിരിഞ്ഞ് ഇത്തിരി കാപ്പി വേണമെന്ന് പറയും. ആ കാപ്പി പഞ്ചസാര ഇട്ട് കൊടുത്തു നോക്കുക. അത് കുടിക്കുമ്പോഴത്തേക്ക് മകൻ പറയും, എന്തൊരു കാപ്പിയായത്, പഞ്ചസാരയും കൂടിയില്ല. അച്ഛൻ മരിച്ചു കിടക്കുക അവിടെ. അപ്പൊ ദുഃഖം തീർന്നു, പഞ്ചസാര ഇല്ലാത്തതിന്റെ ദേഷ്യമായി മാറി. 2 മണിക്കൂറും കൂടി കഴിയുമ്പോൾ വിശക്കാൻ തുടങ്ങും. അപ്പോൾ അടുത്ത ആരെങ്കിലും വിളിച്ചു പറയും, അച്ഛൻ്റെ ഡെഡ് ബോഡി ഇപ്പം ദഹിപ്പിക്കാൻ പറ്റില്ല, അപ്പുറത്ത് കുറച്ച് ചോറും സാമ്പാറും പപ്പടം വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ സ്വകാര്യമായിട്ട് ഊണ് കഴിച്ചു വരിക. അപ്പൊ അച്ഛൻ മരിച്ചത് അത് സാരമില്ല, വിശക്കുമ്പോൾ അച്ഛൻ മരിച്ച ദുഃഖം പോയി. അടുത്ത ദിവസം രാവിലെ ഒരു ഐസ്ക്രീം കയ്യിൽ കൊടുക്കുക, അത് തിന്നിട്ട്. അപ്പൊ ഇന്നലെ കരഞ്ഞ പാർട്ടിയല്ലേ ഇന്ന് ഐസ്ക്രീം തിന്നുന്നത്? ദുഃഖം ജീവിതത്തിൽ ശാശ്വതമല്ല. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ. സന്തോഷം വരുമ്പോ ഓർക്കുക, അതും പെർമനന്റ് അല്ല. സന്തോഷിക്കരുതെന്നല്ല, ടെമ്പററിയാ സന്തോഷം. വീതരാഗ ഭയക്രോധ. ഒന്നിനോടും പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് പാടില്ല മക്കളെ. അറ്റാച്ച്മെന്റ് കൂടുമ്പോഴാ പ്രശ്നം മുഴുവനും. ഒരു അറ്റാച്ച്മെന്റും പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ വേണം. പക്ഷേ പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് ആണ് കേരളീയൻ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ മകളുടെ കല്യാണമാണ് അടുത്ത മാസം. ഓ അതെയോ, നന്നായി. എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾക്ക് ഇപ്പൊ തന്നെ ജ്യോതിഷ് ബ്രഹ്മി കൊടുക്കാം. മകളുടെ കല്യാണം അടുത്ത മാസം, ഇപ്പൊ എന്തിനാ ജ്യോതിഷ് ബ്രഹ്മി കൊടുക്കുന്നത്? ജ്യോതിഷ് ബ്രഹ്മി കൊടുക്കുന്നത് അവൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഒരു കുട്ടിയെ പ്രസവിച്ച് 18 വർഷം കഴിഞ്ഞ് ആ പയ്യൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ഫസ്റ്റ് ആവാൻ വേണ്ടിയാ ഇവൾക്ക് ഇപ്പൊ തന്നെ ജ്യോതിഷ് ബ്രഹ്മി കൊടുക്കുന്നത്. എൻ്റെ അമ്മ എവിടെയാ കിടക്കുന്നത്? കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിട്ട് 18 വയസ്സ് കഴിഞ്ഞ് എൻട്രൻസ് എക്സാം. അന്ന് ഏത് മന്ത്രിസഭയാണെന്ന് ദൈവത്തിനറിയാം. ഇത് ചിലപ്പോൾ മൊത്തം കേരളം പാകിസ്ഥാന്റെ ഭാഗമാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ഏതാണ്ടാണ്.
ഇനി കുറച്ച് ഭാഗം കൂടി അല്ലാത്തതുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും, ഈ തിരുവല്ലഭ ക്ഷേത്രത്തിന് ചുറ്റും മാത്രമേ പാകിസ്ഥാന്റെ ഭാഗമല്ലാതുള്ളൂ. ബാക്കിയൊക്കെ വത്തിക്കാന്റെയും പാകിസ്ഥാന്റെയും ഭാഗമായിട്ടുണ്ട്. അന്ന് എൻട്രൻസ് ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. ഏതായാലും നമ്മളൊരു ടെൻഷനിലാണ്. എന്തൊരു ടെൻഷൻ! മകളോടുള്ള അറ്റാച്ച്മെന്റ്, മകളുടെ ഉണ്ടാവാൻ പോകുന്ന മകനോടുള്ള അറ്റാച്ച്മെന്റ്, ഡോക്ടറാകാനുള്ള അറ്റാച്ച്മെന്റ്, എന്തെല്ലാമാ നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. ഭയം, സർവ്വതിനോടും ഭയം. എന്താ ഭയം? ഇപ്പൊ ഗ്യാസ് സിലിണ്ടർ വന്നാൽ, ഈ ഗ്യാസ് സിലിണ്ടർ വന്നു, ഇനി അടുത്ത പ്രാവശ്യം ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുമോ കിട്ടുമോ എന്ന് ഒരു ഉറപ്പില്ല. ഇപ്പൊ ഗ്യാസ് സിലിണ്ടർ ഇല്ല, പിന്നെന്തിനാ നിങ്ങൾ അടുത്ത പ്രാവശ്യത്തെ കുറിച്ച്? അല്ല, ഒരു ടെൻഷനാണേ. എന്താ കാരണം? വേറെ ഒരു ദുഃഖം ഇല്ലാത്തത് കൊണ്ട് ഒരു ദുഃഖം ഉണ്ടാക്കിയിട്ട് ദുഃഖിക്കുക, തന്നെത്താനൊരു ദുഃഖം ഉണ്ടാക്കുക, എന്നിട്ട് അതിങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുക. ഈ 5 വരിയിലൂടെ കൃഷ്ണൻ പറഞ്ഞത് ജീവിതത്തിൽ ഒരല്പം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് ജീവിതത്തിൽ മാറ്റം വരാതിരിക്കില്ല. ഏത് 5 കാര്യം? പരിധിക്കപ്പുറം ദുഃഖിക്കാതിരിക്കുക, പരിധിക്കപ്പുറം സുഖത്തോട് അറ്റാച്ച് ചെയ്യാതിരിക്കുക, പരിധിക്കപ്പുറമുള്ള ഭയം, ഒന്നിനോടുമുള്ള അറ്റാച്ച്മെന്റ്, പരിധിക്കപ്പുറമുള്ള ദേഷ്യം. ഇത് 5 ഒഴിവാക്കിയാൽ 21-ാം നൂറ്റാണ്ടില് ധാർമ്മിക ബോധമുള്ള മനുഷ്യന്റെ എല്ലാ ചേഷ്ടകളോടും കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ശ്രീകൃഷ്ണന്റെ സന്ദേശം. അതേപോലെ യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം ഗുരുതേ ലോകസ്തദനുവർത്തതേ. നമ്മള് നല്ലവരാണോ? നന്മകൾ കേൾക്കാൻ ശ്രമിക്കുക, നന്മകൾ കേൾപ്പിക്കാൻ ശ്രമിക്കുക, നന്മകൾ കാണാൻ ശ്രമിക്കുക, നന്മകൾ കാണിപ്പിക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ സംസാരിക്കാൻ, നല്ല രീതിയിൽ സംസാരിപ്പിക്കാൻ, നന്മകൾ ചിന്തിക്കാൻ, നന്മകൾ ചിന്തിപ്പിക്കാൻ, നന്മകൾ പ്രവർത്തിക്കാൻ, നന്മകൾ പ്രവർത്തിപ്പിക്കാൻ. 5x2 10. ഓർമ്മിക്കാൻ വിഷമമുള്ളവര് എളുപ്പ വഴിയുണ്ട്, മറക്കാതിരുന്നാ മതി. നന്മകൾ കേൾക്കുക, നന്മകൾ കേൾപ്പിക്കുക, നന്മകൾ കാണുക, നന്മകൾ കാണിപ്പിക്കുക, നന്മകൾ സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിപ്പിക്കുക, നന്മകൾ ചിന്തിക്കുക, നന്മകൾ ചിന്തിപ്പിക്കുക, നന്മകൾ പ്രവർത്തിക്കുക, നന്മകൾ പ്രവർത്തിപ്പിക്കുക. ഇത് സാധിച്ചാൽ ഈ ജീവിതത്തില് ധന്യമായൊരു ജീവിതമാണത്. അതാണ് ധന്യമായ ജീവിതം. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. എന്തു ചെയ്തു? അവനവന്റെ സന്തോഷത്തിന് വേണ്ടി, മനസ്സിന്റെ നന്മയ്ക്ക് നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങളുടെ ശരീരത്തിന്റെ നന്മയ്ക്ക് നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് എന്തു ചെയ്തു? ഈ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ നന്മയ്ക്ക് എന്തു ചെയ്തു? ഈ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് എന്തു ചെയ്തു? ഒരു ചോദ്യം മുമ്പിലിടുക. ചെയ്തില്ല. ചെയ്തില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായോ? ഉണ്ടായില്ല. പേരൂർക്കടയ്ക്കപ്പുറത്തുള്ള ഊളംപാറ മെന്റൽ ഹോസ്പിറ്റലില് കഴിഞ്ഞ വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ അഡ്മിറ്റ് ചെയ്ത മെന്റൽ പേഷ്യന്റിന്റെ എണ്ണം മാതൃഭൂമിയുടെ കണക്ക് പ്രകാരം 38,500 പേര്. 38,500 മെന്റൽ പേഷ്യൻസ് OP ടിക്കറ്റ് എടുത്ത് നമ്മൾ കളിയാക്കി പറയുന്ന ഊളംപാറയില് കഴിഞ്ഞ വർഷം അഡ്മിറ്റ് ചെയ്തു എങ്കിൽ കേരളീയർക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. നമ്മുടെ മനസ്സില് നന്മകൾ കുറയുന്നു, ജീവിതത്തില് ധാർമ്മിക മൂല്യം കുറയുന്നു. ഭക്തിയുണ്ട്, ഭക്തിയല്ല ധാർമ്മിക മൂല്യം. അത് ശബരിമലയിൽ പോയി തിരിച്ചു വരുന്നു, അത് ഭക്തി. പക്ഷേ ജീവിതത്തിൽ ധാർമ്മിക മൂല്യം ഉണ്ടാവണം. എന്താ ധാർമ്മിക മൂല്യം? എൻ്റെ മനസ്സിന്റെ ശാശ്വത നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു? എൻ്റെ ശരീരത്തിന്റെ ഫിസിയോളജിക്കൽ ബെനിഫിറ്റ് എന്തു ചെയ്തു? ഞാൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, ഇവർക്ക് ശാശ്വത നന്മ വരുന്ന ധാർമ്മിക മൂല്യങ്ങൾ എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ എന്തു ചെയ്തു? എൻ്റെ സമൂഹത്തില് വിശക്കുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, അനാഥരുണ്ട്, വൃദ്ധരുണ്ട്, രോഗികളുണ്ട്, ഒരു തലോടലിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തു ചെയ്തു നമ്മള്? ഒന്നും ചെയ്തിട്ടില്ല. ഈ പരമപവിത്രമായ സംസ്കാരം ഓരോ മിനിറ്റും താഴ്ന്നുകൊണ്ടിരിക്കുന്നു. 28,500 പേര് പെർ ഡേ ക്രിസ്ത്യാനികളുടെ വലയിൽ വീണ് കൺവെർട്ട് ചെയ്യുന്നു. കേരളത്തില് 68,000 കോടി രൂപ മതം മാറ്റത്തിന് കേരളത്തിലേക്കും ഭാരതത്തിലേക്കും ഒഴുകുന്നു. കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ പ്രവാഹം
അസാധാരണമായിട്ട് 1947 ആഗസ്റ്റ് 15 വരെ വിദേശികൾ നശിപ്പിച്ച സംസ്കാരം സ്വാതന്ത്ര്യം കിട്ടി 58 വർഷം 4 മാസം ഒരാഴ്ച 5 ദിവസം കഴിഞ്ഞപ്പോൾ ഭാരതീയർ ഏതാണ്ട് നശിപ്പിച്ചു കഴിഞ്ഞു. 50 വർഷം ഭരിച്ചവരും 5 വർഷം ഭരിച്ചവരും 5 മാസം ഭരിച്ചവരും ഒരേ ദൗത്യം ചെയ്തു. 47 വരെ വിദേശികളാണ് ഈ സംസ്കാരം നശിപ്പിച്ചത്. അതിനുശേഷം ഇതിനകത്തുള്ളവരകത്ത് ക്യാൻസർ ആയിട്ട് വളരുന്നു. സമൂഹത്തിന് വേണ്ടി എന്തു നമ്മൾ ചെയ്തു? എന്തെങ്കിലും ചെയ്യണ്ടേ? ഈ സംസ്കാരത്തെ ഉയർത്തണ്ടേ, വളർത്തണ്ടേ, അവനവന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? കഴിഞ്ഞ വർഷം വരെ സംസ്കൃത കലോത്സവം ഇപ്പൊ മാറി സംസ്കൃത അറബി കലോത്സവമായി. മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന് മുടക്കമുണ്ട്, യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തിന് മുടക്കമുണ്ട്, ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിന് മുടക്കമില്ല. നോ ഹോളിഡേ. ശ്രീകൃഷ്ണനാ വത്തിക്കാനിൽ ജനിച്ചത്, യേശുക്രിസ്തു ജനിച്ചത് ഇന്ത്യയില്, മുഹമ്മദ് നബി ജനിച്ചത് ഇന്ത്യയില്. എന്തുകൊണ്ടിത് പറ്റി? ബിഷപ്പിന്റെ കാറിന്റെ ഒരു ചില്ല് പോയപ്പോൾ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ബിഷപ്പിന്റെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. അശ്വിനി കുമാരനെ പച്ചക്കറുത്ത് കൊന്നപ്പോൾ, മാറാട് 9 എണ്ണത്തിനെ കീറി കൊന്നപ്പോൾ ഇവിടത്തെ ഒരു മന്ത്രിക്കും ഒരു ഹിന്ദുവിനും വിഷമമില്ല. മക്കളെ, എന്താ ഇത് പറ്റിയത്? പന്മന ആശ്രമത്തില് മുരുകന്റെ വിഗ്രഹം തകർത്തു, ഗണപതിയുടെ വിഗ്രഹം തകർത്തു, ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമിയുടെയും വിഗ്രഹം തകർത്തു. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. ബിഷപ്പ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കള്ളത്തരം മാത്രം ചെയ്യുന്ന വിഭാഗം. അവിടത്തെ ഒരു കാറിന്റെ ചില്ലു പൊട്ടിയപ്പോൾ എല്ലാവരും വരാൻ എന്താ കാരണം? സാവധാനത്തിൽ ഒന്ന് ചിന്തിക്കുക. ഭാഗവത സത്രത്തിൽ ഇത് പറയാൻ കാരണം ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതെന്താണ്? ഹേ അർജുന, അപ്പുറത്ത് ഭീഷ്മ പിതാമഹനുണ്ട്, നിന്നെ വളർത്തിയവനാണ്, പിതൃദേവോ ഭവ എന്ന് ധർമ്മശാസ്ത്രം പറയുന്നു. നിനക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ അമ്പും വില്ലുമെടുക്കാൻ വിഷമം തോന്നുന്നു എങ്കിൽ ഞാൻ പറയാം, ധർമ്മോ രക്ഷതി രക്ഷിതഃ. ധർമ്മത്തെ രക്ഷിക്കുന്നവനെ മാത്രമേ നീ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമുള്ളൂ. ധർമ്മത്തെ രക്ഷിക്കാത്തവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കേണ്ട. ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി ഭീഷ്മ പിതാമഹനെ അടിച്ചു തെറിപ്പിക്കുക. ഞാൻ പറഞ്ഞതല്ല, കൃഷ്ണൻ പറഞ്ഞത്. അധർമ്മം ആര് ചെയ്താലും, അവരാരുടെ പക്ഷത്താണെങ്കിലും, എത്ര അടുത്ത ബന്ധുവാണെങ്കിലും, ദ്രോണാചാര്യനാണെങ്കിലും ശരി, പാണ്ഡവരെ സഹിക്കേണ്ടതിന്റെ എല്ലാം നിങ്ങൾ സഹിച്ചു. നിങ്ങൾ ഇന്ദ്രപ്രസ്ഥം തിരിച്ചു ചോദിച്ചു തന്നില്ല, 6 ഗ്രാമം ചോദിച്ചു തന്നില്ല, 6 അടി മണ്ണ് പോലും തരില്ല. അത്രേ 80% ഹിന്ദുക്കൾക്ക് ഈ രാഷ്ട്രത്തിൽ താമസിക്കാൻ, ജീവിക്കാൻ ഈ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും എല്ലാം അനുഗ്രഹവും യാചനയും വേണോ? 80% എന്തു പറ്റി എന്നൊന്ന് ചിന്തിക്കാം. എന്നിട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വരിയൊന്ന് ഓർക്കാം. ഹേ അർജുന, നീ തപസ് ചെയ്യാൻ ഹിമാലയത്തിൽ പോവുക എന്നല്ല കൃഷ്ണൻ പറഞ്ഞത്. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? ആ ദൗത്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഓരോരുത്തരും ഈ രാഷ്ട്രത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദന എന്താണെന്ന് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ എൻ്റെ മുമ്പില് വാച്ച് നോക്കാതെ, കോട്ടുവായ വിടാതെ, കസേര പോലും ഇല്ലാതെ നിൽക്കുന്നവരും ഇരിക്കുന്നവരും ഒന്ന് ചിന്തിക്കാം. ഒരു ബസ്സിൽ കയറി നേരെ മലപ്പുറത്തൊന്ന് ചെല്ലുക. കാശ്മീരിലേക്കൊന്നും പോവണ്ട, മലപ്പുറത്ത് ചെല്ലുക. ഒരു ഓട്ടോ എടുത്തൊന്ന് കറങ്ങി വരിക. നിങ്ങൾ ഞെട്ടി വിറയ്ക്കും. അങ്ങനെ ഒരു അനുഭവമാണ് കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത്. നമ്മൾ ഭാഗവതം വായിക്കേണ്ടത്, ശ്രീകൃഷ്ണ സന്ദേശം വായിക്കേണ്ടത് നേരെ ഉടലോടുകൂടി മോക്ഷത്തിലേക്ക് പോകാനല്ല. സ്വാമിജി പറഞ്ഞു, സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, മോക്ഷം സ്വർഗത്തിലല്ല മക്കളെ,
ഈ ഭൂമിയിൽ ആ മോക്ഷം അത് സാധിക്കണം. ശ്രീകൃഷ്ണൻ, മയിൽപീലി വെച്ച ശ്രീകൃഷ്ണൻ, ഓടക്കുഴല് കയ്യിൽ പിടിച്ച ശ്രീകൃഷ്ണൻ, മഞ്ഞ വസ്ത്രം ധരിച്ച ശ്രീകൃഷ്ണൻ, കാലികളെ മേയ്ക്കുന്ന ശ്രീകൃഷ്ണൻ, അത് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണൻ. മറ്റൊരു ശ്രീകൃഷ്ണനുണ്ട്, ധർമ്മത്തിൻ്റെ ഉജ്ജ്വല ഭാവം കൊണ്ട് ഒരു മിനിറ്റ് വിശ്രമിക്കാത്ത ശ്രീകൃഷ്ണൻ. ധർമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടി നീതിയും ന്യായവും ഒരു അണുവിട വ്യത്യാസം വരാതെ ആയുധമില്ലാത്ത കൃഷ്ണൻ അർജുനന്റെ തേരാളിയായി മാറി. ആ ശ്രീകൃഷ്ണൻ ആര്? നിങ്ങളുടെ മനസ്സാക്ഷി, നിങ്ങളുടെ മനസ്സ്. ആ മനസ്സിന്റെ പുറകില് ഒരു രഥമുണ്ട്. ആ രഥമാണ് നിങ്ങളുടെ ശരീരം. 5 കുതിരകളെ കെട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന കുതിര, മനസ്സ് എന്ന കൃഷ്ണൻ, അതുപോലെ ശരീരം എന്ന രഥം, കർമ്മേന്ദ്രിയം എന്ന അർജുനൻ. എന്താ ഈ കർമ്മേന്ദ്രിയത്തോട്, ഈ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ കുതിരകളെയുമായി പോകുന്ന മനസ്സാകുന്ന കൃഷ്ണൻ പറഞ്ഞത്? അവനവൻ ചെയ്യേണ്ട കർമ്മം നീ ചെയ്തില്ലെങ്കിൽ അർജുന, മറ്റുള്ളവർ നിന്നെ നിന്ദിക്കും. ഭയാദ്രണാത് ഉപരത മംസ്യന്തേ ത്വാം മഹാരഥാഃ. മഹാരഥന്മാര് പറയും, ലോകമെമ്പാടും ഭാരതീയ പൈതൃകം 2 കയ്യും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില്, 105 കോടി ജനതയുള്ള ഭാരതത്തില്, ഈ ലോകത്തിന് വിളക്കായി നിന്ന ഭാരതീയ സംസ്കൃതി തളരുകയാണോ, തകരുകയാണോ? ഹേ അർജുന, തളരരുത്. ക്ലൈബ്യം അസ്മഗമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠവരം തപ. ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ വലിച്ച് എറിഞ്ഞ് പരം തപ, മറ്റുള്ളവനെ ഭയപ്പെടുത്താൻ കഴിവുള്ള അർജുന, നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ ആ ശ്രീകൃഷ്ണൻ ഭക്തിയുടെ മൂർത്തിമത് ഭാവം, അതുപോലെ ശാസ്ത്രത്തിൻ്റെ മൂർത്തിമത് ഭാവം, സാമൂഹിക ചിന്താധാരയുടെ മൂർത്തിമത് ഭാവം, ലോകത്തിന് വിളക്ക് വെച്ച ശ്രീകൃഷ്ണൻ ഇന്ന് ലോക ജനത 2 കയ്യും നീട്ടി സ്വീകരിക്കുന്ന ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ കയ്യും കൂപ്പി നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ജനതയെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഹിന്ദു എന്ന വാക്ക് വർഗീയം, ഹിന്ദുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ വർഗീയം. ഇന്ന് നമ്മൾ താഴത്തേക്ക് വന്ന് 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 ഗ്രൗണ്ട് ലെവലിലായി. ഇനി എങ്ങോട്ട് അറിഞ്ഞൂടാ. മാതാ അമൃതാനന്ദമയിയുടെ നേർക്ക് ഒരാക്രമമുണ്ടായപ്പോൾ കളക്ടർ അന്വേഷിച്ചില്ല. ബിഷപ്പിന്റെ കാറിന്റെ ചില്ല് പോയപ്പോൾ കളക്ടർ ഓൺ ദ സ്പോട്ട് അവിടെ എത്തി. എന്താ കാരണം? 50ാം ജന്മവാർഷികം ആഘോഷിച്ച മാതാ അമൃതാനന്ദമയിയുടെ ആ ആഘോഷവേളയില് 193 രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങള് അവരുടെ നദികളിൽ നിന്ന് ഓരോ കുടം വെള്ളവുമായി UNOയുടെ സെക്രട്ടറി ജനറൽ കോഫി അന്നന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്നിരുന്നു. അവരുടെ ദേശത്തിലെ നദിയുടെ വെള്ളം ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കയ്യിൽ കൊടുത്തു. APJ അബ്ദുൽ കലാം അന്നത്തെ കേരള മുഖ്യമന്ത്രി AK ആന്റണിയുടെ കയ്യിൽ കൊടുത്തു. AK ആന്റണി വലിയൊരു പാത്രത്തിലേക്ക് ഈ ലോകത്തിലെ 193 രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ജലം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ ഐകമത്യ സൂക്തം വയലിനില് മീട്ടുന്ന സമയത്ത് വിദേശികൾ തലയ്ക്ക് മുകളിൽ കൈവച്ച് കൈകൊട്ടുന്നൊരു സീൻ ജീവൻ TV കാണാൻ ഒരു ഭാഗ്യമുണ്ടായി എനിക്ക്. അന്ന് ആ ലോക ജനത ആരാധിക്കുന്ന അമ്മയെ നോക്കാൻ വള്ളിക്കാവില് കേരളത്തിലെ ഒരധികാരിയും വന്നില്ല.
കേവലം 24% ക്രിസ്ത്യാനികള് 142 ജാതികളായിട്ട് ഭിന്നിച്ചിരിക്കുമ്പോൾ അടിയിൽ പാൻറ്റും ഷൂസും ഷർട്ടും ഇട്ട് മോളില് ലോഹയുമിട്ട് അച്ഛൻ എന്തോ സംഭവിച്ചോ എന്ന് അന്വേഷിക്കാൻ ഇവിടത്തെ സകല മിഷണറിയും ചലിക്കുന്നു. മാറാട ആയുധം ശേഖരിച്ച പള്ളി വിട്ടുകൊടുക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ സ്വരത്തില് അശ്വിനി കുമാരനെ പച്ചയ്ക്ക് നുറുക്കിയ ആ കേസ് അന്വേഷിച്ച DYSPമാരെ 7 പേരെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ആ കേസ് ഇന്നും ആദ്യത്തെ പേജ് എഴുതിയിട്ടില്ല. ദുഃഖിക്കാൻ പറയല്ല, ദുഃഖിപ്പിക്കാനും പറയല്ല. ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് ഇതാണ്. ധർമ്മത്തെ സംരക്ഷിക്കാൻ ആരോടെല്ലാം ആജ്ഞാപിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം കൂട്ടത്തിൽ ശ്രീകൃഷ്ണൻ നിന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യാൻ. ശ്രീകൃഷ്ണൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ മാത്രമാണ് ദൈവമെന്ന്. ശ്രീകൃഷ്ണൻ ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നെ ആരാധിച്ചാലേ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്ന്. ശ്രീകൃഷ്ണൻ പറഞ്ഞത് അവനവന്റെ ധർമ്മം ചെയ്യുക. ഭഗവത്ഗീതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ എത്രയോ കോടി ഗ്രന്ഥങ്ങളുണ്ട്. ഒരു ഗ്രന്ഥവും ആദ്യത്തെ ഒരു വരിയില് ആ ഗ്രന്ഥത്തിന്റെ മുഴുവനും സന്ദേശം നൽകിയതായിട്ട് ഭഗവത്ഗീതയല്ലാതെ മറ്റൊരു ഗ്രന്ഥമില്ല. ഭഗവത്ഗീതയിലെ ആദ്യത്തെ വരി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ധർമ്മ ഒന്നാമത്തെ വാക്ക്, ക്ഷേത്രേ രണ്ടാമത്തെ വാക്ക്, കുരു മൂന്നാമത്തെ വാക്ക്, ക്ഷേത്രേ നാലാമത്തെ വാക്ക്. 2ഉം 4ഉം ഇടത്തോട്ടെടുത്ത് 3ഉം 1ഉം ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ക്ഷേത്രേ ക്ഷേത്രേ കുരുധർമ്മം. ഇതാണ് ഭഗവത്ഗീത. അവനവന്റെ കർമ്മമണ്ഡലത്തില് അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുക. ആ ധർമ്മം അനുഷ്ഠിക്കാൻ ഹൈന്ദവ ജനതയെ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ, അർജുനൻ അന്ന് യുദ്ധം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നേ സംഭവിക്കുള്ളൂ. ഒരു പള്ളിയിലച്ഛൻ എന്നോട് ചോദിച്ചു, ഡോക്ടറെ, ശ്രീകൃഷ്ണൻ അമ്മാവനെ കൊന്ന പാർട്ടിയല്ലേ, എങ്ങനെയാ നിങ്ങൾ പൂജിക്കണത്? അപ്പൊ ഞാൻ പള്ളിയിലച്ഛനോട് പറഞ്ഞു, അച്ചോ, അമ്മാവനോ അച്ഛനോ ആചാര്യനോ പിതാമഹനോ എന്നൊന്നും പ്രശ്നമില്ല. ആരാണ് അധർമ്മം ചെയ്തത് അവനെ തട്ടിക്കളയും. ലോഹയിട്ട അച്ഛനാണെങ്കിലും തട്ടിക്കളയും, ഒരു സംശയവും ഇല്ല. അച്ഛൻ ഉടനെ പറഞ്ഞു, എനിക്ക് ഇറങ്ങേണ്ടത് ആലപ്പുഴയിലാണെങ്കിലും ഞാൻ ചേർത്തലയിൽ ഇറങ്ങിക്കോളാം, ഇനി തൻ്റെ കൂട്ടത്തിൽ പറ്റില്ല. ഇവിടെയാണ് ഭാരതീയ പൈതൃകം. ഇതാണ് ഭാരതം. അമ്മ അവനെന്ന് അവിടെ നോക്കിയില്ല, അനുജന്മാരും ജ്യേഷ്ഠന്മാരും എന്ന് നോക്കിയില്ല, ഭീഷ്മ പിതാമഹൻ എന്ന് നോക്കിയില്ല, കണ്ണ് കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രരാണെന്ന് നോക്കിയില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞ വരികൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഹസ്തിനപുരത്തിലേക്ക് കൃഷ്ണൻ വന്നപ്പോൾ ഗാന്ധാരി കൃഷ്ണന്റെ വരവ് മണത്തറിഞ്ഞതുപോലെ അറിഞ്ഞ്, കൃഷ്ണ, നീയാണോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? കൃഷ്ണൻ പറഞ്ഞു, അമ്മേ ഗാന്ധാരി, യദുകുലത്തിലെ കൃഷ്ണനാണ് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്. ദുഃഖം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഗാന്ധാരി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നീയാണ് എൻ്റെ മക്കളുടെ വധത്തിന് കാരണം, നീയാണ് എൻ്റെ കുലത്തിൻ്റെ നാശത്തിന് കാരണം. എൻ്റെ മക്കളുടെ അച്ഛന് കണ്ണു കണ്ടൂടാ, എനിക്കും കണ്ണു കണ്ടൂടാ. കൃഷ്ണ, എന്തിനെന്റെ മക്കളെ നശിപ്പിച്ചു? കൃഷ്ണൻ ശാന്തമായിട്ട് പറഞ്ഞു, അമ്മേ ഗാന്ധാരി, അമ്മയുടെ മക്കളെ നശിപ്പിച്ചത് ഞാനല്ല. അമ്മയുടെ മക്കൾ വധിക്കപ്പെടാനും കാരണം ഞാനല്ല, അമ്മ തന്നെയാണ് അതിന് കാരണം. അമ്മ തന്നെയാണ് അതിന് കാരണം. എന്തുകൊണ്ട്? പാണ്ഡവർ 5 പേര് ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു. പക്ഷേ അമ്മ കുന്തിദേവി
5 പേരിലും ധർമ്മബോധം വളർത്തി വലുതാക്കി. ആ അമ്മ 5 പേരിലും ധർമ്മബോധം വളർത്തി. അമ്മേ ഗാന്ധാരി, അമ്മയുടെ മക്കളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അമ്മയുടെ മക്കളുടെ അച്ഛന് കണ്ണ് കണ്ടൂടെന്നൊരു കുറവേ ഉള്ളൂ. അമ്മയ്ക്ക് കണ്ണ് കാണാമായിരുന്നല്ലോ, എന്തിന് കണ്ണടച്ച് നടന്നു? ഈ കണ്ണ് കെട്ടിയപ്പോൾ മക്കളിലുണ്ടായ അധർമ്മബോധം അമ്മ തിരിച്ചറിഞ്ഞില്ല. അമ്മ പാതിവൃത്യത്തിന്റെ പേരില് എന്തിന് കണ്ണടച്ച് ജീവിച്ചു? കണ്ണ് തുറന്ന് ജീവിക്കായിരുന്നില്ലേ അമ്മേ ഗാന്ധാരി? ഇത് കൃഷ്ണൻ പറഞ്ഞത് ഗാന്ധാരിയോടല്ല, ഈ ഭാഗവത സൂത്രത്തിൽ ഇരിക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടുമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരോടും പിതാക്കന്മാരോടുമാണ്. അമ്മ കണ്ണടച്ചിരുന്നപ്പോൾ മക്കളിൽ അധർമ്മബോധം വളർന്നു. മക്കള് അഹങ്കാരത്തിൻ്റെയും വാശിയുടെയും പകയുടെയും ശകുനിമാരുടെയും കൂട്ടത്തിലൂടെ മുകളിലേക്ക് പോയപ്പോൾ അവസാനം രക്തഭംഗിരമായ നാശത്തിന് കാരണമായി. ഇതാണ് കൃഷ്ണൻ നമുക്ക് തരുന്ന ഉപദേശം. കൃഷ്ണനെ വ്യത്യസ്ത രീതിയിലൊന്ന് നോക്കാം, എന്നിട്ട് തൊഴുതുകൊണ്ട് കൃഷ്ണനോട് പറയാ, കൃഷ്ണ, നിന്റെ ഉപദേശങ്ങള് ഗോപാലകൃഷ്ണനിലൂടെ ഞങ്ങൾ കേട്ടു. ഇപ്പൊ മനസ്സിലായി. ആദ്യം ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു, ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. കൃഷ്ണ, രാജ്യം വേണ്ട, സുഖം വേണ്ട, ഒന്നും വേണ്ട കൃഷ്ണ, ഞാൻ തളർന്നുപോയി എന്ന് പറഞ്ഞ ഹിന്ദുക്കളെ കൊണ്ട് കൃഷ്ണൻ പറയിപ്പിച്ചു. തസ്മാദുത്തിഷ്ഠ ഹൈന്ദവ യുദ്ധായ കൃതനിശ്ചയ. തസ്മാദുത്തിഷ്ഠ ഹൈന്ദവ യുദ്ധായ കൃതനിശ്ചയ. ക്ലൈഭ്യം അസ്മകമപാർത്ഥ ഐദത്വയുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ ഹൈന്ദവ. അല്പം മാറ്റം വരുത്തി, ത്യക്തോത്തിഷ്ഠ ഹൈന്ദവ. വാക്കുകളുടെ അർത്ഥമൊക്കെ ഒന്ന് തന്നെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അർജുനൻ പറഞ്ഞു, സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഹേ കൃഷ്ണ, അങ്ങ് പറഞ്ഞ ആ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്റെ മുമ്പില് സമശത്രൗച മിത്രേച തദാ മാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദാ സ്തുതിർമൗനി. എനിക്കറിയാം എൻ്റെ ജീവിതത്തില് സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. എനിക്കറിയാം കൃഷ്ണ, ജീവിതത്തിൽ ചിരിയുണ്ട്, കരച്ചിലുണ്ട്, അതുപോലെ ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചൂടുണ്ട്, തണുപ്പുണ്ട്, ശത്രുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്, സ്തുതിക്കുന്നവരുണ്ട്, വിമർശിക്കുന്നവരുണ്ട്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് കൃഷ്ണ നീ എന്നെ പഠിപ്പിച്ചു. ഇന്ന് ഞാൻ മനുഷ്യനാണ്, ഇന്ന് ഞാൻ ഹിന്ദുവാണ്. ഹൈന്ദവനാണെന്ന് ഉറക്കെ പറയാൻ ചങ്കൂറ്റമുള്ള ഹിന്ദുവായി ഞാൻ മാറി. ആരെയും നശിപ്പിക്കാനല്ല, ആരെയും വധിക്കാനല്ല. ഒരുപക്ഷെ ഞാൻ ഇടതുപക്ഷക്കാരനാകാം, വലതുപക്ഷക്കാരനാകാം, മധ്യപക്ഷക്കാരനാകാം. അതെല്ലാം വ്യക്തിപരമായിട്ടുള്ളത്. അതിനപ്പുറം ഞാൻ ഹിന്ദുവാണ്. ഭാരതത്തിൽ 2 വിഭാഗം ജനങ്ങളെ ഉള്ളൂ. ഹൂ ആർ ഹിന്ദുസ് ആൻഡ് ഹൂ വേർ ഹിന്ദുസ്. ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും അല്ലാതെ ഭാരതത്തിൽ ആരുമില്ല. ആ ഹിന്ദുക്കള് ഒത്തിരി വേദന അനുഭവിച്ചു കഴിഞ്ഞ 990 വർഷം. ഇനി വേദന അനുഭവിക്കരുത്.
ആരെങ്കിലും ഹിന്ദുവിനെതിരെ ചെയ്താൽ വലിച്ച് താഴെയിട്ട് ചെകിടത്ത് 2 കൊടുക്കാൻ കൃഷ്ണനും ഭീഷ്മരും പറഞ്ഞിട്ടുണ്ട്. അഗ്രതശ്ചതുരോ വേദ പൃഷ്ഠതശരം ധനു ഇതം ബ്രാഹ്മ്യമിതം ക്ഷാത്രം ശാപാദപി ശരാദപി. ഹേ ധർമ്മപുത്ര, ഹേ ധർമ്മപുത്ര, അർജുന അല്ല, ധർമ്മപുത്ര, നീ മുമ്പോട്ടുള്ള പ്രയാണത്തില് അറിവിന്റെ മൂർത്തിമത് ഭാവമായിരിക്കണം. നിന്റെ പുറകില് ശരം നിറച്ച ആവനാഴി ഉണ്ടായിരിക്കണം. എവിടെയാണോ അറിവിന്റെ ശക്തി ഉപയോഗിക്കേണ്ടത്, അറിവിന്റെ ശക്തി ഉപയോഗിച്ച് മുമ്പോട്ട് പോവുക. എവിടെയാണോ മസിൽ പവർ ഉപയോഗിക്കേണ്ടത്, സർവ്വതിനെയും വലിച്ച് താഴെയിട്ട് ചവിട്ടാൻ മസിൽ പവർ ഉപയോഗിക്കുക. ഇതും എന്റെ വരിയല്ല, മഹാഭാരതത്തിലെ ഭീഷ്മോപദേശം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഷഡേതേ യത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത്. എന്റർപ്രീനർഷിപ്പ്, വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കഴിവ്, കറേജ്, ബുദ്ധി, മസിൽ പവർ, ശക്തി, പരാക്രമം, മുമ്പിൽ വരുന്ന എതിർപ്പുകളെ തട്ടി മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കഴിവ്. എവിടെ ഉണ്ടോ ഈ 6 ക്വാളിഫിക്കേഷൻ, ദൈവം അവിടെ തന്നെത്താനെ വന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ആ സംസ്കാരത്തിന്റെ മക്കളാണ് നമ്മള്. ഓരോ ക്രിസ്ത്യാനിയും ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്. ഓരോ മുസ്ലിമും ഒരു ഇസ്ലാമിന്റെ മിഷണറിയാണ്. മിഡിൽ ഈസ്റ്റിൽ ചെന്നാൽ സ്വന്തം രക്തമായ ഹിന്ദുക്കളെ ഒറ്റിക്കൊടുക്കുന്നത് മലപ്പുറത്തെ മുസ്ലിങ്ങളാണ്. മക്കളെ, അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും കഴിഞ്ഞ വർഷം പോകാനുള്ള യോഗമുണ്ടായി. അവിടെയുള്ള ഹിന്ദുക്കളെ ഈ അവിടുത്തെ ഗവൺമെന്റിനെ കൊണ്ട് എതിരാക്കിപ്പിക്കുന്നത് കോട്ടയത്തെയും തിരുവല്ലയിലെയും ചങ്ങനാശ്ശേരിയിലെയും ക്രിസ്ത്യാനികളാണ്. പച്ചയ്ക്ക് പറയുകയാണ്. 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ഒരു PhDയും 1947 ശേഷം ഒരു സയന്റിസ്റ്റിന് ഒരു ഡീലിറ്റ് വാങ്ങിക്കാൻ ഇന്ത്യയിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും വാങ്ങിച്ച ഗോപാലകൃഷ്ണൻ പറയാണ്, ഭാരതത്തിലെ ഹിന്ദുക്കളെ ഭാരതത്തിന് വെളിയിൽ ഒറ്റിക്കൊടുക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളും കേരളത്തിലെ മുസ്ലിങ്ങളുമാണ്. ഇവിടെ അവര് മതസൗഹാർദ്ദ റാലി നടത്തും. എത്ര മുസ്ലിം അസോസിയേഷൻ, എല്ലാത്തിലും ഒരേ ആൾക്കാരാ. എന്തിനാണ് മുസ്ലിം ശക്തി ഉപയോഗിക്കാൻ? ആസ് ലോങ് ആസ് യു ആർ എ മൈനോറിറ്റി, യൂസ് ദ ബെനിഫിറ്റ് ഓഫ് മൈനോറിറ്റി ഫോർ റൂളിംഗ് ദ മെജോറിറ്റി. When you are becoming the majority, use the power of majority to annihilate the minority. നാഗാലാൻഡിൽ നടക്കുന്നത്, അരുണാചലില്, മേഘാലയയില്, ത്രിപുരയിൽ നടക്കുന്നത്, ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാര് ലെഫ്റ്റിസ്റ്റ്, റൈറ്റിസ്റ്റ്, മിഡിൽ ഈസ്റ്റ് എല്ലാം ഇതേ മൈനോറിറ്റിയുടെ കൂട്ടത്തിലാണ്. പിന്നെ ആരാ ഹിന്ദുവിനുള്ളത്? വീണ്ടും ഞാൻ ആദ്യത്തെ വരിയിലേക്ക് ഒന്ന് പോവാണ്. ഉദ്ധരേത് ആത്മനാത്മാനം, ഉദ്ധരേത് ആത്മനാത്മാനം, ആത്മാനം അവസാദയേത്, ആത്മൈവ ഹി ആത്മനോ ബന്ധുഹോ, ആത്മൈവ രിപുരാത്മന. ചങ്കൂറ്റത്തോടു കൂടി ജീവിക്കാം. അടുത്ത ഭാഗവത സത്രം 24ാം ഭാഗവത സത്രമാണ്. 25ാമത്തേത് സിൽവർ ജൂബിലിയാണ്. ലോകമെമ്പാടും ഭാഗവത സത്രം നടക്കുന്നു. അത് ഈ ശ്രീകൃഷ്ണ സന്ദേശം അറിയാനും ജീവിതത്തിൽ പകർത്താനും ഉജ്ജ്വലമായി അഭിമാനത്തോടുകൂടി ജീവിക്കാനുമായി തീരട്ടെ. എന്നുമെന്നും കരയുന്നവനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ചിരിക്കുന്നവരുടെ അടുത്തും മസിൽ പവർ ഉള്ളവരുടെ അടുത്തും അംഗസംഖ്യ ഉള്ളവരുടെ അടുത്തും മാത്രമേ മറ്റുള്ളവർ പോവുകയുള്ളൂ എന്ന് ഓർക്കുക. നമുക്കും സാധിക്കണം, ഉണരണം. നന്ദിയുണ്ട്. ഭാരതീയ പൈതൃകത്തിൻ്റെ ഇച്ഛാശക്തി നിങ്ങളിൽ വളരട്ടെ. ഭാരതീയ പൈതൃകത്തിൻ്റെ ജ്ഞാനശക്തി നിങ്ങളിൽ വളരട്ടെ. ഭാരതീയ പൈതൃകത്തിൻ്റെ ക്രിയാശക്തി നിങ്ങളിൽ വളരട്ടെ. ജ്ഞാനശക്തി ഉണ്ടാക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് സകല വിധത്തിലുള്ള അൾട്രാ മോഡേൺ ഫെസിലിറ്റിയുമുണ്ട്. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി എടുത്ത് ഓരോരുത്തർക്കും എത്തിക്കാൻ സാധിക്കുമോ അത്രയും എത്തിക്കാം. ലോകമെമ്പാടുമുള്ള 100 കോടി ഹിന്ദുക്കളോട് പറയണം, യു ആർ ഹിന്ദുസ്, ഫീൽ പ്രൗഡ് ഓഫ് ദാറ്റ്
Arise, awake, stop not till you reach the goal. Uttishtada, jagrada, പ്രാപ്യവരാൻ നിബോധത എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയാക്കി മാറ്റാൻ അവതാരമായ ശ്രീകൃഷ്ണന്റെ ഈ സപ്താഹ സത്രത്തില് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും വൈകിയ വേള വരെ വാച്ചു നോക്കാതെ കൂട്ടുവായ വിടാതെ നിർനിമേഷരായിട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ തൊഴുതുകൊണ്ട് പറയുകയാണ്, ഭാരതം ഉണരണം, ഉയരണം, തിരിച്ച് ഈ രാഷ്ട്രത്തെ കൊണ്ടുവരണം. ലോക ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഭാരതം, പാശ്ചാത്യ രോഗങ്ങൾക്ക് ഔഷധം നൽകാൻ കഴിവുള്ള ഒരേ ഒരു രാഷ്ട്രമായ ഭാരതം, സർവ്വതിനും പ്രകാശം നൽകുന്ന സൂര്യന്, ആ സൂര്യന് വിളക്ക് വെച്ച ഭാരതീയര്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു പ്രാർത്ഥിച്ചവര്, ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാത്ത ഭാരതീയര്, ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാത്ത ഭാരതീയര്, സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ആരും ദുഃഖിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവര്, ആനോ ഭദ്രാഹ ക്രതവോയന്തു വിശ്വതഃ, നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എല്ലായിടത്തു നിന്നും നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ച നമ്മള് ഇനി തളരരുത്, ഉയരണം. ഭാഗവത സത്രം കഴിയുമ്പോൾ ഹൈന്ദവ നവോത്ഥാനം കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. മഹാഭാഗ്യം. ഇന്നലെയും മിനിഞ്ഞാന്നും തലശ്ശേരിയിലും കണ്ണൂരിലും പ്രസംഗിച്ചപ്പോൾ എത്ര DYFIക്കാരുടെ സംഘടനയിലാ പ്രസംഗിച്ചെന്നറിയാം. എന്നെ ആരും കൊന്നില്ല. അതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. മാറും, വളരെ കൂളായിട്ട് മാറും. ഭാരതീയ പൈതൃകം പഠിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ പഠിപ്പിക്കുക, എന്നിട്ട് കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കുക, എന്നിട്ട് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുക, എന്നിട്ട് മുസ്ലിങ്ങളെ പഠിപ്പിക്കുക, പിന്നെ സമയമുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെയും പഠിപ്പിക്കുക. എല്ലാവരും പഠിച്ചു കഴിയും. അടുത്ത 2007 ആഗസ്റ്റ് 15 ആവുമ്പോൾ പഠിക്കാതിരിക്കില്ല. ഇതെല്ലാം നമ്മുടെ രക്തത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ധരിക്കുന്നു അവർക്കിതിൽ താല്പര്യമില്ലെന്ന്. തെറ്റ്. ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികള് ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികള് ഇവിടുത്തെ ക്രിസ്ത്യാനികളുമാണ്. ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികള് ഇവിടുത്തെ മുസ്ലിങ്ങളുമാണ്. ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഭാരതീയ പൈതൃകത്തിൻ്റെ അവകാശികളാണ്. പഠിപ്പിക്കുക അവരെ എല്ലാം. അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള ദൗത്യം, വാദിക്കാനും ജയിക്കാനും വേണ്ടിയുള്ള ദൗത്യമല്ലാതെ അറിയാനും അറിയിക്കാനുമുള്ള ദൗത്യത്തിലൂടെ ആദ്യം പറഞ്ഞ 3 വാക്ക് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഭാഗവത സത്രത്തിലെ സംഘാടകരോട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള കൃതജ്ഞതയുണ്ട്. ഒന്നുമല്ലാത്ത ഗോപാലകൃഷ്ണന് 2 മണിക്കൂർ നൽകുക. എന്താ ഈ പറയുന്നത്? ഇവിടെ വരുമ്പോൾ അവർ കാണിക്കുന്ന സ്നേഹം, ബഹുമാനം, ഇതിനൊന്നിനും ഞാൻ അർഹനല്ല. എനിക്കറിയാം, ഒരിക്കലും എൻ്റെ എളിമ കൊണ്ട് പറയല്ല. എനിക്കറിയാം ഭാരതീയ പൈതൃകം എന്ന മഹാസാഗരത്തിൻ്റെ 1/4 ബക്കറ്റ് വെള്ളവും കൊണ്ട് നടക്കുന്ന ഗോപാലകൃഷ്ണന് അർഹിക്കുന്നതിൽ കൂടുതൽ ബഹുമാനം നൽകരുത്. ആവശ്യമില്ല. നിമിത്തമാത്രം ഭവസവ്യസാചിൻ, നിമിത്തമാത്രം ഭവസവ്യസാചിൻ. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കാണാനിടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് അവരെന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഇതേപോലെ നൽകാൻ തയ്യാറാണെന്ന് വാക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.